ഇന്നത്തെ ടോപ്പിക്കാണ് വെബ് ആപ്ലിക്കേഷനും ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, അതായത് സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ്, വെബ് ആപ്ലിക്കേഷൻസ്, മൊബൈൽ ആപ്ലിക്കേഷൻ, ഇങ്ങനെയാണ് നമ്മൾ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും വെബ് ആപ്ലിക്കേഷനും ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനും തമ്മിലുള്ള ബേസിക് ഡിഫറൻസുകളെ കുറിച്ച് എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഫ്രഷേഴ്സിന്റെ ഇന്റർവ്യൂവിനാണ് മെയിൻ ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് വളരെ എളുപ്പമാണ്, പക്ഷെ പലർക്കും ഇത് അറിയാതിരിക്കില്ല. അതായത് ആദ്യം എന്താണ് വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? വെബ് ആപ്ലിക്കേഷൻ ഇസ് ആപ്ലിക്കേഷൻ സ്റ്റോർഡ് അറ്റ് റിമോട്ട് സെർവർ. ഇറ്റ് റിക്വയർസ് എ വെബ് ബ്രൗസർ ടു റൺ ആൻഡ് ഇന്റർനെറ്റ് ഫോർ ഡാറ്റ ആൻഡ് റിസോഴ്സ് ട്രാൻസ്ഫർ. അതായത് വെബ് ആപ്ലിക്കേഷൻ റിമോട്ട് ആയിട്ടുള്ള ഒരു സെർവറിലായിരിക്കും സൂക്ഷിച്ചിരിക്കുക. അതായത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഒരു സെർവറിലായിരിക്കും ഇത് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഒരു വെബ് ബ്രൗസർ, അതായത് ഗൂഗിൾ ക്രോമോ, മോസില്ല ഫയർഫോക്സോ, ഇന്റർനെറ്റ് എക്സ്പ്ലോറോ, അങ്ങനെ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ റൺ ചെയ്തിട്ട് അവിടെ നിന്ന് ഇന്റർനെറ്റിലൂടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നമ്മുടെ വെബ് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുക. ഓക്കെ. അതേസമയം ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെർവറുടെ ആവശ്യമൊന്നുമില്ല. ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ലോൺ ആയിട്ടുള്ള ഒരു സിംഗിൾ മെഷീനിൽ നമുക്കത് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അതിനൊരു ഇന്റർനെറ്റ് കണക്ഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഏത് സിസ്റ്റത്തിലാണോ, ഏത് കമ്പ്യൂട്ടറിലാണോ, ഏത് ഡിവൈസിലാണോ അത് ഇംപ്ലിമെന്റ് ചെയ്യണം, ആ സിസ്റ്റത്തിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത്രയാണ് ഇതിന് വ്യത്യാസം. അതായത് വെബ് ആപ്ലിക്കേഷന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഫേസ്ബുക്ക് ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് പറയാം, ജിമെയിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ആയിട്ട് പറയാം. അതേസമയം ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് പറയുമ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കുന്ന ഗെയിമുകൾ, പിന്നെ വേർഡ്, മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് എക്സൽ, പെയിന്റ്, ഇതൊക്കെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനാണ്. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ സിസ്റ്റത്തിൽ അത് ഇൻസ്റ്റാൾ ചെയ്താൽ ആ സിസ്റ്റത്തിൽ മാത്രം ഉപയോഗിക്കാം. അതേസമയം വെബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ആയാലും ഗൂഗിൾ ആയാലും ജിമെയിൽ ആയാലും നമുക്ക് ഏതൊരു സിസ്റ്റത്തിൽ നിന്നും ഒരു വെബ് ബ്രൗസറിലൂടെ അത് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ, നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ www.facebook.com പോയാൽ നമുക്കത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജിമെയിൽ ആണെങ്കിലും www.gmail.com പോയാൽ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് പറയാനുള്ളതാണ്, ഇനി നമ്മളിത് ശ്രദ്ധിക്കാനുള്ളതാണ് ഇതിന്റെ ഡിഫറൻസുകൾ. മെയിൻ ആയിട്ട് ഡിഫറൻസ് എന്താണ്? റിക്വയർ ഡിപ്ലോയ്മെന്റ് ആണ് സിംഗിൾ സെറ്റ് ഓഫ് സെർവർ മെഷീൻസ്. വെബ് ആപ്ലിക്കേഷൻ എന്താണ്? ഒരു സെർവറിലാണ് ഇത് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നത്. അതേസമയം ഡെസ്ക്ടോപ്പ് ആണ്, അതൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്ലയന്റ് മെഷീൻ, അതായത് കമ്പ്യൂട്ടറിലോ ഒരു ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമ്മളത് ഡിപ്ലോയ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഒരു അപ്ഗ്രേഡേഷൻ വരികയാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യേണ്ടി വരും. വെബ് ആപ്ലിക്കേഷൻ ആകുമ്പോൾ സെർവറിൽ അറ്റ് വൺ സിംഗിൾ സെർവറിൽ അത് നമ്മൾ മാറ്റം വരുത്തുകയാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം എനിവേർ സോ ദാറ്റ് ദർ ഇസ് നോ ലൊക്കേഷൻ കൺസ്ട്രക്ട്. നമുക്ക് വെബ് ആപ്ലിക്കേഷൻ എനിവേർ എനി ടൈം ആണ് അതിന് പറയുന്നത്. അതായത് നമുക്ക് ലൊക്കേഷൻ പ്രോബ്ലം അല്ല. എവിടെ നിന്നാണെങ്കിലും ഇന്റർനെറ്റ് ആക്സസ് ഉള്ള എവിടെ നിന്നാണെങ്കിലും ഒരു വെബ് ബ്രൗസറിന്റെ സൗകര്യത്തിലൂടെ നമുക്കിപ്പോൾ ഫേസ്ബുക്ക് എവിടെ നിന്നാണെങ്കിലും ലോകത്തിൽ എവിടെ നിന്നാണെങ്കിലും ആക്സസ് ചെയ്യാം. ഗൂഗിൾ ആണെങ്കിലും ജിമെയിൽ ആണെങ്കിലും ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അത് പ്രത്യേകം ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല. നമുക്കൊരു വെബ് ബ്രൗസർ കിട്ടിയാൽ അതിൻ്റെ ഒരു ലിങ്ക്. അതേസമയം ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ നമ്മൾ ഏത് സിസ്റ്റത്തിലാണ് ഇൻസ്റ്റാൾ ചെയ്ത് ആ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അതായത് പെയിന്റ് ആണെങ്കിൽ പെയിന്റ് ഇൻസ്റ്റാൾ ചെയ്ത്, ഏതെങ്കിലും ഒരു ഗെയിം ആണെങ്കിൽ ആ ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത്, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡോ എക്സലോ ഏതെങ്കിലും ആവട്ടെ, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ ആ ഇൻസ്റ്റാൾ ചെയ്ത സിസ്റ്റത്തിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അടുത്ത പോയിന്റ് ആണ് വെബ് ആപ്ലിക്കേഷൻസ് ആർ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ്. അതായത് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് പ്ലാറ്റ്ഫോം പ്രശ്നമില്ല. അതായത് ഇപ്പോൾ വിൻഡോസ് ആണോ, ലിനക്സ് ആണോ, ആപ്പിൾ ആണോ ഒന്നും നോക്കേണ്ടതില്ല. അത് നമുക്കൊരു ബ്രൗസർ വർക്ക് ചെയ്തിട്ട് ബ്രൗസറിലൂടെ നമുക്ക് അതിലേക്ക് പോവാം. അതേസമയം ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മളിപ്പോ വിൻഡോസിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു മൈക്രോസോഫ്റ്റ് വേർഡോ പെയിന്റോ നമുക്ക് ലിനക്സിൽ വർക്ക് ചെയ്യില്ല. അത് ചിലപ്പോൾ ആപ്പിളിൽ എന്തായാലും വർക്ക് ചെയ്യില്ല, നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സൽ. അപ്പോൾ ഓരോ ആപ്ലിക്കേഷന് വേണ്ടി, ഓരോ പ്ലാറ്റ്ഫോമിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത് ആ പ്ലാറ്റ്ഫോമിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതാണ് ഡെസ്ക്ടോപ്പിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ്. പിന്നെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ അറ്റ് ഹയർ റിസ്ക്. വെബ് ആപ്ലിക്കേഷൻസ് ഹൈ സെക്യൂരിറ്റി റിസ്ക് വരും. കാരണം എന്താണ്? ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, എല്ലാ കമ്പ്യൂട്ടറുമായിട്ട് മറ്റു കമ്പ്യൂട്ടറുമായിട്ട് കണക്ഷൻ ഉണ്ട്, ഇന്റർ കണക്റ്റഡ് ആണെല്ലാം. അപ്പൊ എന്താ വെച്ചാൽ മലീഷ്യസ് ആയ സോഫ്റ്റ്വെയർസ് കടന്നു വരാൻ സാധ്യതയുണ്ട്. അതേസമയം ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ കൂടുതൽ സെക്യൂർഡ് ആണ്. കാരണം എന്താണ്? മറ്റു സിസ്റ്റംസ്, മറ്റു ആപ്ലിക്കേഷൻസ് മറ്റു ക്ലയൻസുമായിട്ടോ മറ്റു കമ്പ്യൂട്ടറുമായിട്ടോ സിസ്റ്റമായിട്ടോ ഡാറ്റാസ് ആയിട്ടോ ഇന്റർചേഞ്ചോ ഡാറ്റ കമ്മ്യൂണിക്കേഷനോ വരുന്നില്ല, ട്രാൻസ്ഫർ വരുന്നില്ല. അപ്പൊ മെലീഷ്യസ് ആയ ഒരു സോഫ്റ്റ്വെയറിന് കടന്നു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അത്രയും സെക്യൂറുമാണ്.
പിന്നെ റിക്വയർ ഇന്റർനെറ്റ് കണക്ട്. നമുക്കറിയാം വെബ് ആപ്ലിക്കേഷന് ഇന്റർനെറ്റ് വേണം, ഡെസ്ക്ടോപ്പിന് ഇന്റർനെറ്റ് വേണ്ട. പിന്നെന്താണ് റിക്വയർ വെബ് ബ്രൗസർ. വെബ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു വെബ് ബ്രൗസർ വേണം. ബേസിക് ആയിട്ടുള്ള ഇന്റർനെറ്റ് എക്സ്പ്ലോററോ ഗൂഗിൾ ക്രോമോ മോസില്ല ഫയർഫോക്സോ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഇല്ലാതെ നമുക്ക് വെബ് ആപ്ലിക്കേഷൻ റൺ ചെയ്യാനേ പറ്റില്ല. അതേസമയം ഡെസ്ക്ടോപ്പിന് നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ആണോ വർക്ക് ചെയ്യുന്നത് ആ ആപ്ലിക്കേഷൻ മാത്രം മതി. പെയിന്റ് ആണെങ്കിൽ പെയിന്റ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ളൂ, വേറെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. നെറ്റ് വേണമെന്നുള്ളൂ. ഓക്കെ, ചിലപ്പോൾ വല്ല അപ്ഡേഷനോ വല്ല കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ മാത്രം നെറ്റ് ആവശ്യമുണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞ വെബ് ആൻഡ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കാണ് എല്ലാവർക്കും മനസ്സിലായി വരുന്നു.